നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലുള്ളവർ ഇനിയും ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപം KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയതിന് ജനങ്ങൾക്കുള്ള സമ്മാനമാണ് വൈദ്യുതി നിരക്ക് വർധനയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആമ്പലൂർ വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് ടാജറ്റ്. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും കുണ്ടായി ബ്രദേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും സഹകരണത്തോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്ക് ക്രിസ്തുമസ് കേക്കുകൾ വിതരണം ചെയ്തു. നിർധനരായ പാലിയേറ്റീവ് രോഗികൾക്കിനി മുതൽ പഞ്ചായത്തിന്റെ സൌജന്യ ആശുപത്രി യാത്ര. പറപ്പൂക്കര പഞ്ചായത്തിന്റെ ജനകീയ സഹായ പദ്ധതിയായ ജീവനം വഴിയാണ് ആശുപത്രി യാത്ര സൌജന്യമാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലെയുള്ളവർ ഇനിയും ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. സംഘപരിവാർ വേദിയിൽ അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവ് വിദ്വേഷ പരാമർശം നടത്തി എന്ന ആരോപണത്തിലാണ് AN ഷംസീർ പ്രതികരിച്ചത്. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷനായി. ജുഡീഷ്യറി ഉദ്യോഗസ്ഥരെ റിട്ടയർഡായ അപ്പോൾ തന്നെ ജഡ്ജിമാരാക്കുന്നതിന് പകരം അവർക്ക് കൂളിംഗ് പീരീഡ് നൽകണമെന്നും സ്പീക്കർ പറഞ്ഞു. കൂളിംഗ് പീരീഡ് ഇല്ലാത്തതിന്റെയും പോസ്റ്റ് റിട്ടയർമെന്റ് ഓഫറിന്റെയും ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ ജഡ്ജിമാരെ പ്രേരിപ്പിക്കുന്നതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയായി. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുതവാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ നേടിയ UA ശ്രീശോഭ്, പ്രദീപ് ഉണ്ണി, പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ് നേടിയ ജോയ് ഇലാൻ, ജീവകാരുണ്യ പ്രവർത്തകനായ ബിജു എടക്കളത്തൂർ എന്നിവരെ ആദരിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരായ CP പോളി, കരോളിൻ ജെറീഷ്, പ്രസ് ക്ലബ് സെക്രട്ടറി KR ഔസേബ്, ജെയിംസ് ചാക്കേരി, KM ഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. വ്യത്യസ്ത ഭക്ഷണ രീതി, വ്യത്യസ്ത വസ്ത്രരീതി, വ്യത്യസ്ത സംസാര രീതി, എന്തിന് വ്യത്യസ്ത മനുഷ്യന്റെ രൂപത്തിൽ പോലും മാറ്റമുണ്ട്. നോർത്ത് ഈസ്റ്റിലെ അതേ മുഖമാണോ നമ്മളത്? നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളുടെ മുഖമല്ലോ ഞങ്ങളത്. ഇതിനെല്ലാം യോജിപ്പിക്കുന്നത് എന്താ? ഇന്ത്യ എന്നൊരു ക്യാൻവാസാണ്. വ്യത്യസ്ത ഭാഷകളുള്ളവർ, വ്യത്യസ്ത വസ്ത്രം സംസാരിക്കുന്നവർ, ധരിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, അവരെ എല്ലാം യോജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ആശയവും ഇന്ത്യ എന്ന ക്യാൻവാസുമാണ്. അവിടെ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ നടക്കാൻ പറ്റില്ല. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നവർ പിന്നെ പറയും വൺ നേഷൻ വൺ പാർട്ടി. പരമായ ഒരു സമൂഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ കൊല്ലൂരുള്ള പ്രസ് ക്ലബ്ബ് ചെയ്യുന്ന സേവനങ്ങൾ ചെറുതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കൊല്ലൂരുള്ള സെന്റർ വികസിക്കുകയാണ്. സുരേഷ് മുഖത്ത് കൈവയ്ക്കുന്ന ഒരു പേടിയും വേണ്ട. വ്യാപാരി വ്യവസായികളെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചും അവരുടെ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിച്ചും തന്നെയാണ് ഒല്ലൂർ സെന്റർ വികസിക്കാൻ പോകുന്നത്. കമ്മിറ്റി പിരിച്ചുവിടും, പിന്നെ ചോദിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ കമ്മിറ്റിക്ക് പിരിച്ചുവിട്ടോ അവിടെ കയറി താമസിച്ചോട്ടെ, അത് പിന്നെ പറയാം. ആ രീതിയിൽ വലിയ മനസ്സ് കാണിക്കുന്ന വ്യാപാരികളുടെ കൂട്ടായ്മ വന്നപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ സമീപകാലത്ത് ഇപ്പൊ നമ്മള് പല പ്രാവശ്യമായി ഞങ്ങളും പരാതി പറയുന്നു, എന്താണ് തുറക്കാത്ത എന്ന് പറഞ്ഞിട്ട്. എന്താണെന്നുണ്ടെങ്കിൽ കേരളമല്ല ഇന്ത്യ ഒട്ടാകെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പാർക്കായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്പം വൈകിയാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ നമ്മളുടെ മന്ത്രിയുടെ നിരന്തരമായ പരിശ്രമങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇഷ്ടിക കളത്തിൽ പണിയെടുക്കാൻ പരിഗണത്തിലായിരുന്നു ജോലിയില്ലായ്മ ജോലിയാണ്. അതിനൊക്കെ അവിടെ നിന്നിരുന്ന ജാനിച്ചേച്ചി അടക്കം അദ്ദേഹം നേരിട്ട് ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുമെന്നുള്ളത് ഏറെ സന്തോഷകരമാണെന്ന് മാത്രമല്ല, അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹത്തിനാണ് ഈ പുരസ്കാരം, എക്സലൻസ് അവാർഡ് പുരസ്കാരം. അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ ഞാൻ സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രസ് ക്ലബിന്റെ എല്ലാ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ TV മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഓരോ ചടങ്ങുകൾ കഴിയുമ്പോഴും അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും നമുക്ക് കൂടുകയാണ്. ഈ വലിയൊരു കൂട്ടായ്മയിലേക്ക് ഒല്ലൂർ പ്രസ് ക്ലബിന്റെ
വാർഷികാഘോഷ ചടങ്ങുകളിലേക്ക് നമ്മളിൽ ഒരുവനായി എപ്പോഴും ഉണ്ടെങ്കിലും ഈ ചടങ്ങിൽ സംബന്ധിച്ച് ആദ്യാവസാനം നമ്മളോടൊപ്പം ഇരിക്കുന്ന മുഖ്യാതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് കെ രാജന് ഒല്ലൂർ പ്രസ് ക്ലബിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപം KSRTC ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. പാലപ്പിള്ളി കാരിക്കുളം സ്വദേശി പറമ്പൻ വീട്ടിൽ 67 വയസ്സുള്ള മമ്മൂദാണ് മരിച്ചത്. അപകടത്തിൽ മമ്മൂദിന്റെ ഭാര്യ തായുമ്മ, മകൾ ഷാനിദ, ഓട്ടോ ഡ്രൈവർ കുഞ്ഞു മുഹമ്മദ് എന്നിവർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മമ്മൂദ് മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് മരണം. മമ്മൂദിന്റെ ചികിത്സയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. യു-ടേണിന് സമീപം പെട്ടെന്ന് ബ്രേക്കിട്ട കാറിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയ ഓട്ടോയുടെ പിറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയതിന് ജനങ്ങൾക്കുള്ള സമ്മാനമാണ് വൈദ്യുതി നിരക്ക് വർധനയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പലതവണയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനുള്ള പ്രത്യുപകാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനം നൽകുമെന്നും ടാജറ്റ് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ KPCC ആഹ്വാനപ്രകാരം അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആമ്പലൂർ വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് ടാജറ്റ്. കെടുകാര്യസ്ഥത ഒന്നു മാത്രമാണ് നിരക്ക് വർധനവിന്റെ കാരണം. പിണറായി ഭരണത്തിൽ സമസ്ത മേഖലയെയും വിലക്കയറ്റം ബാധിച്ചിരിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ ഡേവിസ് W അക്കര, K രാജേശ്വരി, പോൾസൺ തെക്കുംപീടിക, ജിമ്മി മഞ്ഞളി, സന്ദീപ് കണിയത്ത്, ജോർജ് ഇടപ്പള്ളി, പ്രിൻസൺ തയ്യാലക്കൽ, KS കൃഷ്ണൻകുട്ടി, KV പുഷ്പാകരൻ, സുനിൽ മുളങ്ങാട്ടുകര, അനിൽ കുനിയത്ത്, സിജോ പുന്നക്കര, മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു മാസം 15 പൈസ മുതൽ 40 പൈസ വരെ ഒരു യൂണിറ്റിന് വർധനവുണ്ടാകുന്ന രീതിയിലാണ് KSEBയുടെ ചാർജ് വർധനവ് ഇവിടെ നടന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അവരുകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് W അക്കര, നിർധനരായ പാലിയേറ്റീവ് രോഗികൾക്ക് ഇനി മുതൽ പഞ്ചായത്തിന്റെ സൌജന്യ ആശുപത്രി യാത്ര. പറപ്പൂക്കര പഞ്ചായത്തിന്റെ ജനകീയ സഹായ പദ്ധതിയായ ജീവനം വഴി ഇനി മുതൽ പഞ്ചായത്തിലെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി യാത്ര സൌജന്യമാക്കി. ആംബുലൻസ് കൂടാതെ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത നിരവധി കിടപ്പ് രോഗികൾക്ക് ഇത് ആശ്വാസമാകും. പഞ്ചായത്ത് ഭരണസമിതിയുടെ 48 മാസങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ 48 പദ്ധതികളാണ് നാടിന് സമർപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് സൌജന്യയാത്ര. ജീവനം നാട് ഏറ്റെടുത്ത പദ്ധതിയാണെന്നും ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജീവനം വഴി പഞ്ചായത്തിൽ മരണാനന്തര സഹായനിധി നടപ്പാക്കാൻ സർക്കാരിലേക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിട്ടുണ്ട്. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്ത് ആദ്യമായി മരണാനന്തര സഹായനിധി നടപ്പാക്കുന്ന ആദ്യത്തെ പഞ്ചായത്താകും പറപ്പൂക്കരയെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് പുൽക്കൂട്. പുൽക്കൂടിന് പിന്നിലുമുണ്ട് ഒരു ചരിത്രം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുൽക്കൂടിന് തുടക്കമിട്ടത്. ഒരു ക്രിസ്മസ് രാത്രിയിലാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത്. ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ കാലിത്തൊഴുത്ത് കെട്ടിയുണ്ടാക്കുകയായിരുന്നു. അന്ന് ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിനെ അനുസ്മരിക്കുന്നതിനായി ഉണ്ടാക്കിയ കാലിത്തൊഴുത്തിനെ പുനരാവിഷ്കരിച്ചത് ജീവനുള്ള മനുഷ്യരും മൃഗങ്ങളും ചേർന്നായിരുന്നു. ക്രിസ്തു ജനിച്ച ബത്ലഹേം ഗ്രാമത്തിലെ ഗുഹ സന്ദർശിച്ചപ്പോഴാണ് സെയിന്റ് ഫ്രാൻസിസ് അസീസി എന്ന സന്യാസി വൈദ്യന് പുൽക്കൂട് നിർമ്മിക്കാനുള്ള പ്രചോദനമുണ്ടായത്. ബത്ലഹേം ഗുഹയ്ക്കുള്ളിലെ ചെറിയ കാലിത്തൊഴുത്തായിരുന്നു അസീസിയുടെ പ്രചോദനം. യേശുവിന്റെ ജനനം പോലെ എളിമയും ലാളിത്യവും വിളിച്ചോതുന്നതായിരുന്നു അസീസിയുടെ പുൽക്കൂട്. 13ാം നൂറ്റാണ്ടിൽ 1223 ക്രിസ്മസ് രാത്രിയിലാണ് സെയിന്റ് ഫ്രാൻസിസ് അസീസി
ലോകത്ത് ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത്. ഇറ്റലിയിലെ ഗ്രേച്ചിയോവിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ നടത്തിയ ക്രിസ്മസ് രാത്രിയിലെ ദിവ്യബലിക്കും തിരുക്കർമ്മങ്ങൾക്കുമിടയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ദൃശ്യം പുനഃസൃഷ്ടിക്കുന്നത്. അന്നു മുതൽ പുൽക്കൂട് ലോകമെമ്പാടും തിരുപ്പിറവിയുടെ ആത്മീയ അനുഭൂതി സമ്മാനിക്കുന്ന ദൃശ്യ ആവിഷ്കരണമായി ഇന്നും നിലകൊള്ളുന്നു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും കുണ്ടായി ബ്രദേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും സഹകരണത്തോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്ക് ക്രിസ്തുമസ് കേക്കുകൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് നഴ്സുമാരായ PA സിസിലി, KK ജീജ എന്നിവർക്ക് കേക്ക് കൈമാറിക്കൊണ്ട് വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ K കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സബ് ഇൻസ്പെക്ടർ KT ജോഷി അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് നഴ്സ് PA സിസിലി, ഭർത്താവ് സുരേന്ദ്രൻ, സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ നാഷണൽ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിലെ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ദിയ സായുജ് എന്നിവരെ ആദരിച്ചു. സ്റ്റേഷൻ റൈറ്റർ PT ഡേവിസ് നേതൃത്വം വഹിച്ചു. കൊടുങ്ങാപ്പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ബ്രദേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മ അംഗം ബാബു കൂനാമ്പുറത്ത്, ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സാലി, പഞ്ചായത്ത് അംഗം ചിത്ര സൂരജ്, വായനശാല സെക്രട്ടറി ഷഹീർ വെള്ളിക്കുളങ്ങര, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് മതബോധന വിദ്യാർത്ഥികൾക്കായി യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഷോർട്ട് ഫിലിം മത്സരം നടത്തി. കരുതൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് മത്സരം നടന്നത്. 14 ടീമുകൾ പങ്കെടുത്തു. ഇടവകയിലെ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മത്സരം. ഒന്നാം സമ്മാനം സെന്റ് അൽഫോൻസ ടീം കരസ്ഥമാക്കി. ബെസ്റ്റ് ആക്ടറായി വിദ്യാർത്ഥി അലോഷ്യസ് ജെയിനെയും ബെസ്റ്റ് ആക്ട്രസായി റോസ്ന ജെയ്സിനെയും തിരഞ്ഞെടുത്തു. സമ്മാനാർഹർക്ക് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി സമ്മാന വിതരണം നടത്തി. സിസ്റ്റർ ലിസ മരിയ ചിറപ്പുറത്ത്, ബ്രദർ ജോയൽ രാമച്ചനാട്, മതബോധന അധ്യാപകർ, യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല നഷ്ടപ്പെട്ട കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല നഷ്ടപ്പെട്ട കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. തമിഴ്നാട് മധുര മുത്തുപ്പെട്ടി ചെട്ടിയർ തെരുവ് സ്വദേശികളായ 34 വയസ്സുള്ള ഭഗവതി, 45 വയസ്സുള്ള രാമായി എന്നിവരെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ നവംബർ 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാല നഷ്ടപ്പെട്ടതിന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോഗ് IPSന്റെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൽ നിരവധി CCTVകൾ പോലീസ് പരിശോധിക്കുകയും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ പ്രതികൾ മോഷണത്തിനായി ആലപ്പുഴയിലെ എടത്വ എന്ന സ്ഥലത്തെ പൊങ്കാലയ്ക്ക് വന്ന സമയം പ്രതികളെ തിരിച്ചറിഞ്ഞ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യാത്രക്കാരുടെ 5 പവൻ മാല മോഷ്ടിച്ചുള്ളതും ഇവരാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. പ്രതികൾക്ക് സംസ്ഥാനത്തുടനീളം മോഷണം കേസുകൾ ഉള്ളതും പിടികിട്ടാപ്പുള്ളികളുമാണെന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജു അറിയിച്ചു. കുറ്റിച്ചിറ ചായ്പൻകുഴി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി പത്രം നൽകണമെന്ന് പിലാർമൂഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. റോഡ് വിട്ടു നൽകുന്നതിന് ജില്ലാ പഞ്ചായത്ത് തീരുമാനമെടുത്ത സാഹചര്യത്തിൽ എത്രയും വേഗം നടപടി പൂർത്തീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്കും MLA സനീഷ് കുമാർ ജോസഫിനും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കത്ത് നൽകി. മണ്ഡലം പ്രസിഡന്റ് MO ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ CV ആന്റണി, പരിയാരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ആന്റോ അളിയത്ത്, TB ദേവരാജൻ, ബെന്നി നബേലിൻ, VP ജോയ്, ജോസ് വെട്ടിക്കാമറ്റം, K കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പാഴായി വയോജന വേദിയുടെയും ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വയോജനവേദി പ്രസിഡന്റ് PS അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA അനിൽകുമാർ, ഭദ്ര മനു, ഷിൻഡ മനോജ്, വയോജനവേദി സെക്രട്ടറി VM പ്രഹ്ലാദൻ, വായനശാല സെക്രട്ടറി NV ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. വയോജന സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പറയാം, വയോജനം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ വീട്ടിലൊതുങ്ങി കൂടി ഇരിക്കേണ്ടവരാണ് എന്ന പൊതുധാരണ സമൂഹത്തിനകത്ത് കൂടുതലായി വരുന്ന സമയത്താണ്. അതല്ല, ഞങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ തരത്തിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ഒരു പരിപാടിയുണ്ട്. അതായത് പാഴായി ഗ്രാമീണ വായനശാലയിലെ വയോജനവേദി അഥവാ സ്മാർട്ട് പീപ്പിൾ ഫോർ അവർ ട്രിനിറ്റി
മൾട്ടി സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും ചേർന്ന് നടത്തുന്ന ഒരു നേത്ര പരിശോധന ക്യാമ്പാണ് ഇവിടെ. നമ്മൾ 26-22 തുടങ്ങിയ നമ്മുടെ പരിപാടികൾ വളരെ ഗംഭീരമായി പഞ്ചായത്തിന്റെ ആദരവ് വരെ പിടിച്ചു വാങ്ങാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം നമ്മുടെ ഈ വയോജന വേദി കുറച്ച് നാളുകളായി നമ്മുടെ പാഴായി റോഡുകളും ഇതൊക്കെ ക്ലീനിങ് ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ വയോജന വേദി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും കൂടെ സംയുക്തമായി ചേർന്ന് ഇന്നിവിടെ ഒരു നേത്ര ക്യാമ്പ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 1000 കണ്ണുപരിശോധന ക്യാമ്പാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല പുരുഷ വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വനിതാ വിഭാഗത്തിൽ ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ സഹൃദ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിപിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, കായിക വകുപ്പ് മേധാവി പോൾ ചാക്കോ, യൂണിവേഴ്സിറ്റി സെലക്ഷൻ കമ്മിറ്റി കൺവീനർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിലെ 21ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ സെനിക് 2024 ശനിയാഴ്ച നടക്കും. വൈകിട്ട് 5-ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയാകും. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പരിഹാര പൂജകളും സർപ്പക്കാവ് പുനഃപ്രതിഷ്ഠയും ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി പറപ്പൂക്കര മനോഹരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, സുദർശന ഹോമം, ത്രിഷ്ടുപ് ഹോമം എന്നിവ നടക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഡിപ്ലോമയ്ക്ക് 6 മാസവും സർട്ടിഫിക്കറ്റ് കോഴ്സിന് 3 മാസവുമാണ് കാലാവധി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിസംബർ 31-ന് മുൻപായി അപേക്ഷിക്കാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8590232295. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. തൃക്കൂർ പള്ളിയറ കാട്ടുങ്കൽ സെൽവരാജ് അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ. കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ റോസൽ രാജന്റെ പിതാവാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജഡ്ജിമാരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ SK യാദവിനെ പോലുള്ളവർ ഇനിയും ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീർ. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപം KSRTC ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയതിന് ജനങ്ങൾക്കുള്ള സമ്മാനമാണ് വൈദ്യുതി നിരക്ക് വർധനയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആമ്പലൂർ വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് ടാജറ്റ്. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും കുണ്ടായി ബ്രദേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും സഹകരണത്തോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്ക് ക്രിസ്തുമസ് കേക്കുകൾ വിതരണം ചെയ്തു. നിർധനരായ പാലിയേറ്റീവ് രോഗികൾക്ക് ഇനി മുതൽ പഞ്ചായത്തിന്റെ സൗജന്യ ആശുപത്രി യാത്ര. പറപ്പൂക്കര പഞ്ചായത്തിന്റെ ജനകീയ സഹായ പദ്ധതിയായ ജീവനം വഴിയാണ് ആശുപത്രി യാത്ര സൗജന്യമാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.